ഈ പച്ച പിടിച്ചിരിക്കുന്ന ഫിഷ് ടാങ്കിനെ നമുക്ക് വെളുപ്പിച്ചെടുക്കാം. കം ഓൺ ഗൈസ്. ഹായ്, ഫിഷ് ടാങ്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് 2 മീനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ആ ഷെയ്ഡ് പോലെ കാണുന്നില്ലേ, കറുത്ത ഷെയ്ഡ്, ആ കാണുന്നത് മീനാണ് കേട്ടോ. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. പക്ഷേ ഈ പച്ച പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നിനും കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്കതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞങ്ങളൊരു ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീക്ക്ലി വൺസ് ഒക്കെയാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്യാറുള്ളത്. പച്ച കളറുള്ള ഈ വെള്ളത്തിനെടുത്ത് മാറ്റുക, അതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുവേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ ഇറങ്ങിയതാണ്. ഹസ്ബൻഡ് എനിക്ക് ആ ടാങ്കിലുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് തന്നിട്ട് ഞാനത് കളയാൻ പോകുന്നതാണ് ഈ കാണുന്നത്. പിടുക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടന്നു പോണത്. സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, 4th റൗണ്ട്, അങ്ങനെ കുറേ റൗണ്ടുകൾ കഴിഞ്ഞ് അങ്ങനെ വെള്ളം ഒരുമാതിരി കളഞ്ഞു. ഇനി അടുത്തത് ഈ കാണുന്ന ഞങ്ങളുടെ 2 കുട്ടന്മാർ. എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഗസി. അപ്പോൾ അതിനെ പിടിക്കാനായിട്ടുള്ള ടാസ്കിലാണ്. ഇതുങ്ങൾക്ക് വെള്ളം മാറാൻ വേണ്ടി തന്നെയല്ലേ ഞങ്ങൾ ഈ ടാങ്കി ക്ലീൻ ആക്കുന്നതെന്ന് ആലോചിച്ചിട്ടാണ്. അതുങ്ങളൊട്ട് കീറുന്നുമില്ല. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ കപ്പിൽ കയറി. നേരെ ഞങ്ങൾ അതിനെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. ഇതാണ് നമ്മുടെ ഫിഷ് ഓസ്കാർ തന്നെ. കുഞ്ഞനായിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പോൾ. ചെറിയ 2 മീനായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. രണ്ടാമത്തതിനെ അങ്ങനെ പിടിച്ച് വെള്ളത്തിലിട്ടു. ഈ 2 കുട്ടികൾ. നമുക്കിവിടെ മുമ്പ് വാങ്ങിച്ചൊരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. പക്ഷെ അത് 2 ദിവസമൊക്കെ നിന്നുള്ളൂ. അപ്പോഴേക്കും അത് ചത്തുപോയി. അത് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഓസ്കാർ. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ചെറിയതായിരുന്നേ. അപ്പോൾ വളർന്നിപ്പോൾ ഇത്രയൊക്കെ ആയി കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. വെള്ളം ക്ലീനാക്കി നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ തേള് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നത്തില്ലല്ലോ. അതുപോലെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഫിഷിനെ വളർത്തുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ. നമ്മളിപ്പോൾ ഇത് ഈ ഉരച്ച് കഴുകുന്നത് ചകിരി വെച്ചിട്ടാണ്. വേറെയും സാധനങ്ങൾ വെച്ചിട്ട് കഴുകാൻ തോന്നുന്നു. വൃത്തിയാക്കി അതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മളിത് ടാങ്കിനെ പൂള് പോലെയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ മീൻകുട്ടികളെ അങ്ങോട്ടിടാം. നിങ്ങൾക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. പക്ഷേ ഇതിൻ്റെ ഒരവസ്ഥ എന്തെന്ന് വെച്ചാൽ ഒരാഴ്ച പോലും തികയേണ്ടത് വീണ്ടും പച്ച കളറാകും. നമ്മളിത് മുറ്റത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പായൽ പിടിക്കും, പെട്ടെന്ന് അഴുക്കാകും. പക്ഷേ അതുങ്ങൾ അതിലങ്ങ് സർവൈവ് ചെയ്ത് പോകണുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. ഇതുങ്ങൾ മെയിനായിട്ടുള്ള സ്പോട്ട് അതാണ് കേട്ടോ. ഇത് ആ കാണുന്ന മൂല അതേലാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പിന്നെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താലും നമ്മൾ മാറി നിന്ന് കഴിയുമ്പോഴേ കുറച്ച് കഴിഞ്ഞ് മേളിലേക്ക് പൊങ്ങി വന്ന് ഫുഡ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ആ മൂലയ്ക്ക് പോയിരിക്കലാണ് നിങ്ങളുടെ പണി. അപ്പോൾ ശരി എന്നാൽ.